അങ്ങനാണെ കൊച്ചപ്പാ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഷൈജു വക്കീലിൽ നിന്ന് വിളിച്ചാലോ? ഏതാ ആ കോട്ടപ്പുറത്തെ ഇളയ ചെറുക്കനോ? അവൻ ഇതുവെല്ലാം പഠിച്ചതാണോ? അവൻ LLB അല്ലയോ? അവൻ LLB ആയോ? എടാ നിന്റെ കൂടെ ടാപ്പിങ്ങിന് വന്നോണ്ടിരുന്നില്ലയോ? ടാപ്പിംഗ് ഒക്കെ അവനൊരു ഹോബി അല്ലയോ? LLB ആ മെയിൻ. ഏത് കോടതിയിൽ അവൻ പോകുന്നത്? അവൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകത്തുള്ളൂ. അവന് ചെറിയൊരു അസുഖമുണ്ട്. അതെന്തോന്നാ? അവൻ ഇടിമിന്നലിന്റെ അസുഖാ. അതെന്തോന്ന് അസുഖാ? ഇടിമിന്നൽ വരുമ്പോഴേ ശരീരം തളരും, കണ്ണിലോട്ടങ്ങ് ഇരുട്ട് കയറും. മഴക്കാലത്ത് കോടതിയിൽ 2-3 പ്രാവശ്യം അങ്ങ് സംഭവിച്ചു. അങ്ങനല്ലേ അവന്റെ 2-3 കേസ് അങ്ങ് തോറ്റുപോയെ. എടാ ഇപ്പോഴും മഴക്കാലം അല്ലയോ? ഇടിയും മിന്നലും ഒക്കെ ഉണ്ട്. അവനെ വിളിക്കണോ? അത് കുഴപ്പമില്ല, കോടതി വരുമ്പോഴല്ലേ. അതിനുമുമ്പ് കേസൊന്ന് പഠിക്കട്ടെ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ആൻസിമോളോടൊന്ന് ചോദിക്കേ. ഇങ്ങോട്ടാ, ഞാൻ എടുത്തു വെച്ചോളാം. കെട്ടി വെച്ചേക്കണേ. ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഓ, ഈ ഒട്ടുപാലൊക്കെ കൊടുത്ത എന്താ കിട്ടാനാ? വേണ്ട, വക്കീലിനൊന്നും കണ്ട. കാണാതെ പിന്നെ അവൻ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വല്ല കുന്നായ്മ ആണെങ്കിലേ അവസാനം നീ തന്നെ കുറ്റക്കാരിയാണെന്ന് ഉറപ്പിച്ച പോലാവും. അല്ലാതെ തന്നെ തെളിയിക്കാൻ പറ്റാത്തൊരു കേസ് നടക്കുക. അതിൻ്റെ കൂടെ ഇപ്പൊ ഇതൂടെ വക്കീലിനെ കാണാതിരുന്ന പിന്നെ എങ്ങനെയാ? മോളെ, അലക്സ് പറയുന്ന മിന്നൽ വക്കീലിനെ അങ്ങ് വേണ്ടാന്ന് വെക്കാം. നമ്മുടെ ആ സൈബർ ഓഫീസറെ രാജ്മോഹൻ സാറിനോട് പറഞ്ഞ നല്ല വക്കീലിനെ വെക്കാം. സാറിനാവഴി കാര്യങ്ങളൊക്കെ. അതെ, മിന്നൽ വക്കീലിന് എന്താ കുഴപ്പം? ഞാൻ വിളിച്ചതാ. ഷൈജി ഇപ്പൊ ഇങ്ങ് എത്തും. വന്നിതൊക്കെ വായിച്ചിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കും. വേണ്ടെന്നല്ലേ പറഞ്ഞത്, പിന്നെന്തുവാ? പിന്നെ നീ എന്താ ചെയ്യാൻ പോവാ? ഡിവോഴ്സിന് സമ്മതിക്കുവോ? സമ്മതിച്ചോ? 2 പിള്ളേരെ തന്നേർന്ന് ഓർത്തോണം. അവസാനം ഒരവകാശം ഇല്ലാതായി പോവും. വഴിയിലിറങ്ങേ തെണ്ടേണ്ടി വരും. എന്തായാലും ഉണ്ടോ കയ്യില്? ഉണ്ടോ? ഉണ്ടോടി? ഞാനായിട്ടൊരു കാര്യം തീരുമാനിച്ചിട്ടില്ല, ഈ കല്യാണം ഉൾപ്പെടെ. എൻ്റെ മമ്മിക്ക് ഇഷ്ടമായിരുന്നു, പല്ലവിയുടെ പേരൻസിനും ഇഷ്ടമായിരുന്നു. അപ്പോൾ നിന്റെ മമ്മിക്ക് ഈ കല്യാണം ഇഷ്ടമല്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? എൻ്റെ പപ്പ വളരെ നേരത്തെ പോയതാ, എൻ്റെ ചെറിയ പ്രായത്തിൽ. മമ്മിയും പപ്പയും ഫ്രണ്ടും എല്ലാം എൻ്റെ മമ്മിയായിരുന്നു. മമ്മി ഈ മാരേജ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവളെ കെട്ടില്ലായിരുന്നു. എന്ന് വെച്ചാൽ നിനക്ക് പല്ലവിയോട് ആത്മാർത്ഥമായ സ്നേഹമില്ലായിരുന്നു എന്ന്? അതോ ന്യൂ ജെൻ റിലേഷൻഷിപ്പിൽ പ്രണയത്തിന് വാല്യൂ ഒന്നും ഇല്ലെന്നാണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു ചെറിയ പ്രായത്തിൽ. പക്ഷെ മമ്മിയെ വേദനിപ്പിച്ചിട്ട് ഞാൻ ഒരു തീരുമാനം എടുക്കില്ല. ഇത് ഞാൻ തന്നെ എടുത്തൊരു തീരുമാനമാണ്. ഒരു തെറ്റിദ്ധാരണ കൊണ്ടല്ലേ ഇപ്പം എല്ലാം കലങ്ങിൽ തെളിഞ്ഞില്ലേ? അങ്ങനെ വിചാരിക്കേ. ഞാൻ അവളെ പോയി വിളിച്ചോണ്ട് വരാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നാളെ കഴിഞ്ഞ് ഞാൻ പോയിക്കോളാം. അതുപോരാ, അവളെയും വിളിച്ച് നീ പോകുകയല്ല വേണ്ടത്. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നീ ആ തറവാട്ടിൽ വന്ന് നിൽക്കണം. എല്ലാവരും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്കെതിരെ അഭിപ്രായമൊന്നുമില്ല. എന്നെ വെറും ഒരു മരുമോനായിട്ട് നിർത്താനാണെങ്കിൽ എനിക്കത് താല്പര്യമില്ല. പിന്നെ ചിറ്റപ്പ എന്നെക്കുറിച്ചില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കല്യാണം നടത്താതിരിക്കാൻ നോക്കിയല്ലേ. അത് പിന്നെ ചിറ്റപ്പനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ആ സ്ത്രീയാണെന്ന് ഇപ്പോൾ എനിക്കറിയാം. അതെ, സത്യം. അവള് തന്നെയാണ് എന്നെക്കൊണ്ട് അതൊക്കെ ചെയ്യിച്ചതും. പല്ലവിയുടെ ജിമ്മിൽ പോയി നിനക്കെതിരെ എന്നെക്കൊണ്ട് സംസാരിപ്പിച്ചതും അവളാ. അതെല്ലാം അവരായിട്ട് ഉണ്ടാക്കിയതെന്ന് ചിറ്റപ്പനെ മനസ്സിലായല്ലോ. പക്ഷെ ചിറ്റപ്പ അവർ ആ പ്ലാറ്റ്ഫോം മിസ്യൂസ് ചെയ്തു. അവർ മിസ്റ്റേക്കാണെന്ന് എനിക്ക് അന്നേ തോന്നിയതാണ്. ഒരുപാട് ഫാഷൻ കിങ്ങുമാരുമായിട്ട് അവരുടെ വീഡിയോസും ഒളിക്യാമറ അറിയാതെ അവർ ആടിത്തിമിർത്ത വീഡിയോസും ചിറ്റപ്പനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയ അന്നും ഇന്നും ഞാൻ പറയായിരുന്നത്. ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫ് നശിപ്പിച്ചു, ചിറ്റപ്പൻ്റെ ലൈഫ് നശിപ്പിച്ചു, പല്ലവിയെ നശിപ്പിക്കാനും നോക്കി. അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടി. ഇപ്പോൾ അവൾ തെളിയിക്കാൻ നടക്കുക. തെളിയിക്കട്ടെ, അപ്പോൾ കൊടുക്കും എല്ലാം കൂടെ അങ്ങ് സോഷ്യൽ മീഡിയയ്ക്ക്. പല്ലവി എൻ്റെ മോളാ. ചേട്ടനും ചേച്ചിക്കും ജനിച്ചതാണെങ്കിലും എനിക്ക് ജനിച്ച എൻ്റെ മോളാണ്. നിന്നെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുമ്പോഴൊക്കെ എനിക്ക് പറയാൻ പറ്റാതെ പോയത് നിന്നോടുള്ള അവളുടെ സ്നേഹം കാണുമ്പോഴാണ്. ചിറ്റപ്പൻ എന്താ പറഞ്ഞേ? അവളോട് എന്ത് പറഞ്ഞെന്നാ? അത് എന്താ ചിറ്റപ്പ, എന്താ പറയാൻ വന്നത്? എന്തു പറയുമെന്നാ പറഞ്ഞത്? ഇല്ല, ഒന്നുമില്ല. പറ ചിറ്റപ്പ, എന്ത് പറയാൻ വന്നത്?
മോനെ, ചെറിയ പ്രായ, മനസ്സും ശരീരവും വളരുന്ന പ്രായം, ഒരുമിച്ച് വളരുന്ന കാലം. കൗമാരക്കാലത്ത് ചില മിസ്റ്റേക്കുകളൊക്കെ വരും. പ്രിയയുടെ കേസ് നീയും നിന്റെ മമ്മിയും കൂടി ഒതുക്കിയതാണെന്ന് എനിക്കറിയാം. സംഭവിച്ചു പോയതാണെന്നറിയാം. അതുപോട്ടെ. ആ, അബോർട്ട് ചെയ്യിച്ചതിൻ്റെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. നീയും നിന്റെ മമ്മിയും കൂടി സൈൻ ചെയ്തു കൊടുത്ത സർട്ടിഫിക്കറ്റ്. പക്ഷേ നിന്നെ വഴി തെറ്റിച്ചത് ആൻസി പറയൂസ. അവൾ ഈ പ്രിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കൂടെ കൊണ്ടുവന്ന് പലയിടത്തും എത്തിച്ചിട്ടുണ്ട്. പല്ലവി മോളെ ഇനിയുള്ള കാലം നന്നായി സ്നേഹിക്കാൻ ഒരിക്കൽ പറ്റിപ്പോയ ഈ തെറ്റ് കൂടുതൽ കരുത്തു നൽകും. വിട്, എല്ലാം മറന്നേക്ക്. മോൻ വണ്ടി എടുക്ക്. ആ, വണ്ടി എടുക്കും മോനെ. ലതേ, ഓ മോൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. എന്തെങ്കിലും ഇരിപ്പുണ്ടോ? മോക്കെടുത്ത് വെച്ച് പൊട്ടിരിപ്പുണ്ട്. അവള് കഴിച്ചില്ലേ? ഇപ്പൊ കഴിപ്പൊന്നുമില്ലല്ലോ. ഒരു ചായ കൊണ്ട് കൊടുത്തത് അവിടെ ഇരിപ്പുണ്ട്. ദോണ്ട് അവിടെ ഇരിക്കുന്നു. ഏ? മോളെ, എന്താ ചിറ്റപ്പ? മോളുടെ പരാതി തീർന്നല്ലോ. ദേ, ഞാൻ പോയി വിളിച്ചു, അവൻ വന്നു. ചിറ്റപ്പൻ വിളിച്ചപ്പോ വന്നു. ഞാൻ വിളിച്ചപ്പോ ഫോണും എടുത്തില്ല, സ്വിച്ച് ഓഫും ചെയ്തു. വാ മോളെ, ഇറങ്ങി വാ. നിന്നെ വിളിച്ച് ഓഫീസിലേക്ക് പോവാനായിട്ടാ അവൻ വന്നത്. ചിറ്റപ്പൻ അവനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചോ? അതോ ഇനി പ്രൊജക്ടിന്റെ കാര്യം കേൾക്കുമ്പോ കെട്ടിപ്പറക്കി പോവോ? മോളെ, നിന്റെ ഭർത്താവല്ലേ, നീ പറഞ്ഞ അവനെ അനുസരിക്കണം. പണ്ട് പഴമക്കാർ പറയാറുള്ള ഒരു പഴഞ്ചൊല്ലില്ലേ, ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തണമെന്ന്. അതിനെ ഒരു മിടുക്ക് തന്നെ വേണം. അപ്പൊ ചിറ്റപ്പൻ ഇത്ര നാളും വരച്ച വരെ നിർത്തിയേക്കുമായിരുന്നല്ലേ? വരച്ച വരയിലായിരുന്നു, പക്ഷെ ആ വരയുണ്ടെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. വാ മോളെ, വാ. ദാ ചെല്ല്. ആ ആ ചെല്ലു പോലെ, ചെല്ലടാ, ചെല്ലടാ മോനെ. അതെ, വലിയ ജാടയൊന്നും വേണ്ട, കേറി പോരെ. ആ മോനെ, എനിക്ക് ഈ സിനിമയുടെ കാര്യമൊന്നും അറിയത്തില്ല. മോൻ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയാം. നമ്മുടെ മനസ്സിൽ പിന്നെ കച്ചവടം മാത്രമല്ലേ ഉള്ളൂ, കലയില്ലല്ലോ. കലാകാരനായ ചിറ്റപ്പനുണ്ടല്ലോ. ചിറ്റപ്പന് വേണ്ടിയല്ലേ ഈ കോടികളൊക്കെ മുടക്കാൻ പോണത്. പക്ഷേ ഇത് വലിയ റിസ്ക് ഉള്ള ഇൻഡസ്ട്രിയാ പാപ്പ. അറിയാം. മറ്റേത് ബിസിനസ്സിനും ഒരു ഷ്യൂരിറ്റി ഉണ്ട്. മുടക്കുന്ന പണം തിരിച്ചു കിട്ടും എന്ന വിശ്വാസം. അതും അറിയാം. സിനിമയിൽ ഒരു 10% പോലും ഇല്ല. വെറും ഗാംബ്ലിംഗ്. ജയിച്ചാ ജയിച്ചു, തോറ്റാ തോറ്റു. ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ ചിറ്റപ്പൻ തന്നെ. മോനെ, നീ ചിന്തിച്ച പോലെ തന്നെ ഞാനും ചിന്തിച്ചേ. ഞാൻ അക്സെപ്റ്റ് ചെയ്യാതിരുന്നത് അതുകൊണ്ട് തന്നെയാ. പക്ഷേ സിനിമയിൽ ജയിച്ചവരും നേടിയവരും ഉദാഹരണമായിട്ട് ഒരുപാടുണ്ട്. നമുക്കൊരു റിസ്ക് എടുക്കാം മോനെ. ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാ പാപ്പ? അതിനൊരു ഐഡിയ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിത്ര ഒരു കല്യാണത്തിന് പോയിരിക്കുക, ബാക്കിയൊക്കെ അവള് വന്നിട്ട് പറയും. ബാങ്ക് ലോൺ ആണോ? അതെ. മോനെങ്ങനെ മനസ്സിലായി? മമ്മി ആലോചിച്ച് ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളതെന്ന് എനിക്കറിയാം. മാത്രമല്ല എൻ്റെ മമ്മിയോട് ഈ കാര്യം ഡിസ്കസ് ചെയ്തായിരുന്നു. ഓ, അപ്പം മോന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലേ. ആദ്യത്തെ ഫിലിംസിന് നല്ലൊരു പേരുണ്ടാക്കണം. അത് നല്ലതാ. കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ നല്ല ആൾക്കാരായിരിക്കണം. മാത്രമല്ല നല്ല സപ്പോർട്ടും തരുന്നവരായിരിക്കണം. മോനെ, നീ പറഞ്ഞു വരുന്ന എനിക്ക് മനസ്സിലായി. കൂടപ്പിറപ്പിന് വേണ്ടിയാ പണം ചെലവാക്കുന്നതെങ്കിലും ബിസിനസ് തന്നെയാ. ചിത്ര പറഞ്ഞ അനുസരിച്ച് അവന് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻസിനെയും വയ്ക്കാൻ പാടില്ല. നമ്മളെ ആൾക്കാരെ വയ്ക്കാം. ഈ കൊടുവള്ളിയെ പോലുള്ള ആൾക്കാർക്ക് ഒരു കാരണവശാലും സ്വാതന്ത്ര്യം കൊടുക്കരുത്. നമ്മളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്.
അതിൽ ചാച്ചാജി ഫിലിംസിന്റെ ഒരു മാനേജറുണ്ട്, പന്തളം ബേബി. അയാളെ കിട്ടുമോ? ആ, അയാളിവിടെ വന്നിരുന്നു. അയാൾ ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും ചെയ്തു. ബഡ്ജറ്റിന്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ബേബി വിചാരിച്ചാലേ നടക്കൂ. അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാ ബേബി. ഇനി ഞാൻ പറയുന്നത് മോൻ ശ്രദ്ധിച്ച് കേൾക്കണം. ആദിത്യ ഫിലിംസിന്റെ ആദ്യ പ്രോജക്റ്റ്, അതായത് അനന്തനും ഞാനും പാർട്ണർഷിപ്പായ പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് പ്രൊഡക്ഷൻ കൺട്രോളറായ പന്തളം ബേബിയാണ്. ജനറൽ മാനേജറായി മോനെ ഞാനങ്ങ് തീരുമാനിച്ചു. എന്ത് കാര്യമുണ്ടെങ്കിലും മോൻ പന്തളമായിട്ട് ആലോചിച്ച തീരുമാനം എടുക്കാവൂ. അപ്പൊ ചിറ്റപ്പനോ? അവന്റെ ആണല്ലോ സ്ക്രിപ്റ്റും ക്യാമറ വർക്കും ഒക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഡയറക്ഷൻ വേറൊരാള്. ക്രിയേറ്റീവ് സൈഡ് അനന്തനും അവരും കൂടി നോക്കും. ബിസിനസ് സൈഡ് ഞാനും ബേബിയും മോനും കൂടി അങ്ങ് നിയന്ത്രിക്കും. പക്ഷെ ഇതിന്റെ എല്ലാം പിന്നിൽ വേറൊരാളുണ്ട്. അതെനിക്ക് മനസ്സിലായി, ബ്രെയിൻ മമ്മിയുടെ ആണെന്ന്. ഇനി വേണ്ടത് പന്തളം ബേബിയുടെ മീറ്റിംഗ്. അതിനു മുമ്പ് അനന്തനുമായിട്ട് നോക്കി ഇക്കാര്യം സംസാരിക്കാം. മോളെ, അനന്തൻ ചിറ്റപ്പനെ ഇങ്ങോട്ടൊന്ന് വരാൻ പറയ്. ഞാൻ വിളിക്കാം പപ്പ. മോനെ, പറഞ്ഞത് മനസ്സിൽ വച്ചേക്കണം. വഴിതെറ്റിപ്പോയ അനുജനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു അവസരമാണ്. കേസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടിപ്പോ. ചിറ്റപ്പൻ ഡിവോഴ്സ് ചെയ്യാൻ പോകണോ? ആ, ഞങ്ങള് തീരുമാനിക്കുന്നതിന് മുമ്പ് അവൻ തീരുമാനിച്ചു. അപ്പൊ ലീഗലി മൂവ് ചെയ്തു? ചെയ്തു മോനെ. അതുകൊണ്ടേ എന്തൊക്കെ പറഞ്ഞാലും അവനൊരു സിനിമാക്കാരന്. അതിന്റെ ഒരു കുഴപ്പം ഉള്ളിൽ കിടക്കും. നിയന്ത്രണം നമ്മുടെ കയ്യിലായിരിക്കണമെന്നാ ഞാനീ പറഞ്ഞു വന്നത്. മോന് മനസ്സിലായോ? വാ ചിറ്റപ്പാ. വാ ചിറ്റപ്പാ, വാ 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 ഇരിക്ക്. വാ, ഇരിക്കാനെന്താ? ആ മോളെ, നീ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ടിരിക്കെ. അതെ, ഞാൻ ഋഷിയെ കമ്പനിയുടെ GM ആയിട്ട് അങ്ങ് അപ്പോയിന്റ് ചെയ്തു. അനന്തന് എതിർപ്പൊന്നുമില്ലല്ലോ? എനിക്കൊരു എതിർപ്പില്ല. ആ, മോക്കോ? സന്തോഷമുള്ള കാര്യമല്ലേ പപ്പ, പക്ഷെ ഉത്തരവാദിത്തമുള്ള ജോലിയാ. ഉത്തരവാദിത്തോടെ നിൽക്കേണ്ടി വരും. അങ്ങനെ അങ്ങ് അവനെ ചെറുതായിട്ട് കാണാതെ മോളെ. MBAക്ക് അവർ റാങ്കോട് കൂടി പാസ്സായതാ. എനിക്കറിയാം. അവന്റെ ഉള്ളിലൊരു നല്ല ബിസിനസ്സുകാരനുണ്ട്. അതുകൊണ്ടല്ലേ അവനെ സെലക്ട് ചെയ്തേ. അപ്പൊ എന്റെ സെലക്ഷൻ എന്തായിരുന്നു കുഴപ്പം? ചിറ്റപ്പാ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോണ്ടാ എന്നെ കൊണ്ട് കെട്ടിച്ചത്. ആ ക്രെഡിറ്റ് മോളങ്ങെടുത്തു. അപ്പോ നമ്മുടെ പ്രോജക്റ്റിന്റെ ബോസായിട്ട് ഇപ്പൊ ഋഷി ഉണ്ട്. അപ്പോ ടെക്നീഷ്യന്മാരുടെ ലിസ്റ്റൊക്കെ ഞാൻ ഫയലിൽ വെച്ചിട്ടുണ്ട്. അത് GM-ന് ഹാൻഡ് ഓവർ ചെയ്യാലോ. ഓൾ ക്രൂസിന്റെ ലിസ്റ്റ് അതിനകത്തുണ്ട്. അത് ഞാൻ കണ്ടതാ. പക്ഷെ പന്തളം ബേബിയുടെ പേര് വെച്ചിരിക്കുന്നത് പ്രൊഡക്ഷൻ മാനേജറായിട്ടാണല്ലോ. അതെ, മാനേജറായിട്ടാ. അത് ശരിയാവത്തില്ല. അയാളെ വേണം പ്രൊഡക്ഷൻ കൺട്രോളർ ആക്കാൻ. അയാളല്ലേ വെൽ എക്സ്പീരിയൻസ്ഡ്. പുള്ളി മതി എന്നാ ചിത്രയും പറഞ്ഞിരിക്കുന്നത്. ഋഷിയുടെ അഭിപ്രായം അത് തന്നെയാ, അല്ലേടാ മക്കളെ? നമുക്ക് അങ്ങനെയാണ് തീരുമാനിക്കാം. ഒരു മീറ്റിംഗ് വെക്കാം പന്തളമായിട്ട്. ചിറ്റപ്പ, ഈ പേഴ്സണൽ ഇഷ്യൂസ് ഇതുമായിട്ട് ക്ലബ് ചെയ്യുന്ന എന്തിനാ? പന്തളം ബേബിയെ നമ്മൾ എന്തായാലും ഫിക്സ് ചെയ്യും. പപ്പയും അമ്മയും തീരുമാനിച്ച സ്ഥിതിക്ക് എതിര് പറയുന്നത് ശരിയാണോ? അയാളെ നമ്മുടെ കൺട്രോളിൽ നിർത്തിയാൽ പോരെ? മോനെ, നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ആളല്ല അയാള്. എനിക്ക് അയാൾ നന്നായി അറിയാം. അയാൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയുള്ള പൊസിഷൻ കൊടുക്കാൻ പാടില്ല. ഒരു പ്രൊഡക്ഷൻ മാനേജർ, അതിനപ്പുറം പറ്റില്ല. ചിറ്റപ്പന്റെ മനസ്സിൽ വേറെ ഏതോ കൺട്രോളറിന്റെ പേരുണ്ട്. അയാളെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയാണോ? പന്തളം ബേബിയേക്കാൾ യോഗ്യനാണ് കൊടുവള്ളി. ഞാൻ അയാളെ കൺട്രോളറാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അയാൾ മതി. സുധാകർജി പറഞ്ഞുകൊണ്ട് മാത്രമാണ് അയാൾ ഈ പ്രൊജക്റ്റ് വന്നത്. എൻ്റെ മനസ്സിൽ ആദ്യം മുതലേ കൊടുവള്ളിയാണ്. അത് നമ്മളായിട്ടങ്ങ് തീരുമാനിക്കുന്നു. ഞാനത് ചേട്ടനോട് പറഞ്ഞോളാം. ചിറ്റപ്പ, ഞാൻ ഈ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്തു. എനിക്കൊരു പൊസിഷനുണ്ട്, GM-ന്റെ. ആദ്യമായിട്ട് ഞാൻ എടുത്തൊരു തീരുമാനം ഇത്. പന്തളം ബേബി പ്രൊഡക്ഷൻ കൺട്രോളർ. അത് മാറില്ല. ഞാനത് എൻ്റെ കൺട്രോളിൽ നിർത്തിക്കോളാം. ചിറ്റപ്പന് ക്രിയേറ്റീവ് സൈഡിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. സ്ക്രിപ്റ്റ്, കാസ്റ്റിംഗ്, ക്യാമറ, അങ്ങനെ ഒരുപാട്. ബിസിനസ് സൈഡ് ഞാനും ബേബിയും നോക്കിക്കോളാം. ഇരിക്കടാ, ചിറ്റപ്പൻ പറയാം. പന്തളത്തെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിൽക്കുന്ന പ്രശ്നമില്ല. ഇനി നീ അയാൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ഈ സപ്പോർട്ടുണ്ടല്ലോ, അതങ്ങ് പിൻവലിക്കും. അതെ, ഒരു സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അതെപ്പോൾ വേണേലും എടുത്ത് ടേബിളിൽ വയ്ക്കും. ചിറ്റപ്പ, ഇതൊരു ഭീഷണിയാണോ? ഭീഷണിയല്ല. ഈ പ്രൊജക്റ്റ് നന്നായി നടക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. നീ കുടുംബം ഭരിക്കാൻ വന്നു കയറിയിട്ട് 2 ആഴ്ചയല്ലേ ആയുള്ളൂ.
ഞാനും എൻ്റെ ചേട്ടൻ ജനിച്ചു വീണത് ഈ വീട്ടിലാണ്. എനിക്കും എൻ്റെ ചേട്ടനും പല്ലവി മോൾക്കും ദോഷം വരുന്ന ഒരു കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മോന് ഭീഷണിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ വെച്ചു. ഇനി അങ്ങോട്ട് ഞാൻ പറയുന്ന അനുസരിച്ചങ്ങ് നീങ്ങിയാൽ മതി. മനസ്സിലായോ? രാത്രി എൻ്റെ മുറിയിലേക്ക് വാ. ബഡ്ജറ്റും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ബ്രീഫ് ചെയ്ത് തരാം. ഇപ്പൊ പല്ലവിയും കൊണ്ട് പോ. ചെല്ലു മോനെ. ദാ. ആ. ആ. അച്ഛൻ വിളിച്ചില്ലല്ലോ അമ്മ ഇതുവരെ. ആ. അച്ഛൻ വരോ? വരും. അച്ഛൻ ബോംബെ പോയിട്ട് വന്നായിരുന്നോ? അച്ഛന്റെ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങാറായില്ലേ? അപ്പൊ ഭയങ്കര ബിസിയാ, അതാ വരാത്തെ. ഓ, ഇസ്മയിൽ സൈഡ് വക്കീൽ. ആ. വലിയ കാര്യമൊന്നുമില്ല. എവിടെ നമ്മുടെ കക്ഷി? എവിടെ ആൻസി വർഗീസ്? പെണ്ണമ്മേ, അവൻ എന്തിയേ? അവള് തലവേദന എടുത്ത് കിടക്കുക. എന്നതാ അതിൽ എഴുതിയിരിക്കുന്നത്? വിവാഹമോചനത്തിന് വേണ്ടി 15 ദിവസത്തിനുള്ളിൽ ജോയിന്റ് പെറ്റീഷൻ ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാകണമെന്നും ഇല്ലെങ്കിൽ അടുത്ത നടപടികൾ സ്വീകരിക്കാൻ എന്റെ കക്ഷിക്ക് എന്നുവെച്ചാൽ മരതകം വീട്ടിൽ അനന്തകൃഷ്ണൻ നിർബന്ധിതനാകും എന്നാണ് ഇസ്മയിലിന്റെ ഭീഷണി. 15 ദിവസത്തിനുള്ളിൽ വിവാഹമോചനോ? എന്റെ കർത്താവേ! അയ്യോ അമ്മച്ചി, അതിലൊന്നും കാര്യമില്ല. തയ്യാറല്ല നമ്മളങ്ങ് വാദിക്കും. അപ്പോഴേ വാദിച്ച കോടതി അംഗീകരിക്കുമോ? ഈ ദുർനടപ്പെന്ന് പറയുന്നത് ഇസ്മയിൽ വക്കീൽ എന്ത് തെളിവിലാ പറയുന്നത്? മാനനഷ്ടത്തിന് വേറൊരു കേസ് അങ്ങോട്ട് കൊടുക്കണം. അതല്ലെന്നെങ്ങനെ വാദിക്കും? ദുർനടപ്പാണെന്നുള്ള വീഡിയോ അല്ലേ വന്നോണ്ടിരിക്കുന്നത്? അതെല്ലാം തെളിയിക്കാനല്ലേ ഇപ്പൊ കേസ് നടക്കുന്നത്? അത് വേറെ കേസല്ലേ, അത് നടന്നോട്ടെ. ഇതിപ്പോ അതല്ല കാര്യം. ഈ വിവാഹമോചനം എന്ന് പറയുന്നത് ഇസ്മയിൽ വക്കീലിന്റെ ഒരു തന്ത്രമാകാനിടയുണ്ട്. പ്രധാന ലക്ഷ്യം സ്ഥലവും പുരയിടവും പണവും സ്വത്തുമൊക്കെ ആണെന്നാ എന്റെ ബുദ്ധിയിൽ തോന്നുന്നത്. അങ്ങനൊരു കേസും കൂടിയുണ്ട്. സ്ഥലോ? അതെന്തുവാ വക്കീലേ? അതാ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതിനകത്ത് വേറെ വല്ല ഗുണഷ്ടം ഉണ്ടോന്ന് വായിക്കു വക്കീലെ അങ്ങോട്ട്. അങ്ങാടിക്കൽ പഞ്ചായത്ത് തോണിക്കൽ വില്ലേജിൽ 30 സെന്റ് റബ്ബർ തോട്ടത്തിനോട് ചേർന്ന് വീടും പുരയിടവും. അത് ഇത് തന്നെയാണോ? അതെ, ഇത് തന്നെ. എന്താ വക്കീലെ, എന്താ ഇപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നേ? ഇത് ആരുടെ പേരിലാ വീടും പറമ്പും പ്രമാണമാക്കിയിരിക്കുന്നത്? അത് ആൻസിയുടെ പേരിലാവാനാ സാധ്യത. അല്ല, ഏ? 2001 25 ലക്ഷം രൂപ ഈ വീട് വാങ്ങാനായിട്ട് ചെലവാക്കിയിട്ടുള്ളത് തന്റെ കക്ഷിയായ അനന്തകൃഷ്ണനാണെന്നാണ് ഇസ്മയിൽ വക്കീലിന്റെ കടലാസ്. നേരാണോ? പെണ്ണമ്മേ, നേരാണോ? അത് നേര് തന്നെ. അനന്തനാ പണം മുടക്കിയത്. എന്നാ ആധാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും അനന്തകൃഷ്ണന്റെ പേരില. കർത്താവേ, അതിനിപ്പോ എന്നാ വേണമെന്നായി പറയുന്നേ? ആ പണം ഇക്കാലത്തെ ബാങ്ക് ഇൻട്രസ്റ്റ് അടക്കം അനന്തകൃഷ്ണന് 15 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കണമെന്നും അല്ലാത്ത പക്ഷം വീടൊഴിയാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഇസ്മയിൽ വക്കീലിന്റെ മുന്നറിയിപ്പ്. ഇത്രയും കാലം നിങ്ങൾ അങ്ങനല്ലോ പറഞ്ഞോണ്ടിരുന്നത്. ഇത് ആൻസിയുടെ ആരുടെയും പേരിലൊക്കെ ആണെന്നല്ലേ? ഇതിന്റെ ആധാരം എവിടെ? എവിടെയാ പെണ്ണമ്മേ? അത് ആൻസിയോട് ചോദിക്കണം. ദേ, എല്ലാത്തിനോടും ഞാൻ ചവിട്ടി കൂട്ടുവേ. എന്റെ സ്വഭാവം നിനക്കൊന്നും അറിയത്തില്ല. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നേ? ഡി ആനി, നിനക്ക് ഇവിടെ ഒരു പുല്ലുമില്ലെന്ന്, ഒരു കുന്തമില്ല നിന്റെ പേരിൽ, മനസ്സിലായോ? നാണം കെട്ട് നടക്കുന്നെല്ലാം കൂടെ. ഇസ്മയിൽ വക്കീലിന്റെ കക്ഷിയുടെ ഭാര്യാ സഹോദരിയെ ഹോസ്റ്റലിൽ നിർത്തി ബിരുദമെടുക്കാൻ ചെലവാക്കിയ തുകയും പിന്നെ മാതാവ് പെണ്ണമ്മ. അല്ല, ഓപ്പറേഷൻ വരെ നടത്തിയിരുന്നോ 2008? 2008 ഓപ്പറേഷൻ? 2008 നട്ടലിന്റെ ഓപ്പറേഷൻ നടത്തി. അത് നിനക്ക് അറിയത്തില്ലേ പെണ്ണമ്മേ? അതുമടക്കം ഒരു 10 ലക്ഷം രൂപ വേറെയും കൊടുത്ത് വിവാഹമോചനം നടത്താൻ തയ്യാറാകണമെന്നാണ് അവരുടെ ഇപ്പോഴത്തെ ആവശ്യം. ഇനി ഇപ്പൊ കിടക്കാടും കൂടി ഇല്ലാതാവുമല്ലോ എന്റെ ഈശോയെ. ആൻസിയേ, ആൻസിയേ, നാളെ ആൻസി മോളെ, ആൻസി മോളെ, പെണ്ണമ്മേ, പെട്ടെന്ന് പോയി ഒന്ന് വിളിച്ചേ അവളെ. മോളെ ആൻസി. കർത്താവേ, ഇത് എന്തൊരു കുരിശായി പോയി. മോളെ. ആ വരുവാ അമ്മച്ചി, കുഞ്ഞിന് കഞ്ഞി കൊടുത്തോണ്ടിരിക്കുക. അവളിപ്പം വരുമെന്ന്. ശരി ശരി. അലക്സേ, ഇങ്ങൊന്ന് ഇവിടെ ഇരുന്ന് ഒരു കാര്യം പറട്ടെ. വന്നിരിക്കേ.
ഇതിപ്പോ വസ്തുവും പണവും ഈടാക്കാനായിട്ട് ഒരു ബലത്തിന് വിവാഹമോചനം ആവശ്യപ്പെട്ടതാണോ മറിച്ചാണോ എന്നൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇസ്മയിൽ വക്കീലിന്റെ ഒരു തന്ത്രമാണ്. ഈ പറമ്പിന്റെ പ്രമാണം ആരുടെ പേരിലാണെന്ന് അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രമാണമൊക്കെ അവൻ്റെയിലായിരിക്കും. ചേച്ചി ഒന്നും സൂക്ഷിച്ചു കാണില്ല. ഒരു പെട്ടിക്കകത്ത് ഉടുതുണിയും എടുത്തുകൊണ്ട് ഇറങ്ങി പോകുന്നതല്ലേ പാതിരാത്രിയിൽ. പ്രമാണമൊക്കെ അവരും കൊണ്ടുപോകും, നോക്കിക്കോ. നമുക്ക് നല്ലൊരു കൗണ്ടർ അങ്ങ് കൊടുക്കാം. ഇസ്മയിലൊന്നും എന്റെ മുന്നിൽ ആരുമല്ല. നാളെ രാവിലെ ഞാനിങ്ങ് വരാം. ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ കൈവിട്ട് പോവേ. കൗണ്ടർ ചെയ്യേണ്ട സമയത്ത് കൗണ്ടർ ചെയ്യണം. ഇല്ലെങ്കിലേ എക്സ്പാർട്ടി വിധിയിങ് വരും. അലക്സ് ഇങ്ങ് വന്നേ. പെണ്ണമ്മേ ഒന്ന് വിളിക്കേ. മോളെ ആൻസി, നീ എന്താ എളുപ്പം വരാൻ പറ. ഇങ്ങോട്ട് വരാൻ. എന്തോടുക്കും അവളവിടെ? മോളെ ഇങ്ങോട്ട് വാ മോളെ. അമ്മ ഇപ്പൊ വരാ. മോളെ ആൻസി, നീ ഇങ്ങോട്ട് വന്നേ. എന്തു അമ്മച്ചി? മോളെ ഈ പ്രമാണം എവിടെ ഇരിക്കുന്നേ? അത് അനന്തൂര് പെട്ടിക്കാത്ത തറവാട്ടില്. തറവാട്ടിലോ? ആ, മോളെ നീ എന്താ അവിടെ കൊണ്ടുവച്ചത്? തറവാട്ടിലല്ലേ എല്ലാം ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാറ്. ആ പാതിരാത്രിയിൽ എന്നെ അവിടെ ഇറക്കി വിട്ടതാ. അപ്പൊ ഞാൻ എങ്ങനെ പെട്ടിയും പ്രമാണമൊക്കെ എടുത്തോണ്ട് വരുന്നത്? ആകെ കുഴപ്പമാവൂല കർത്താവേ. എന്താ കൊച്ചപ്പ, എന്തിനാ പ്രമാണം? അതെ, വക്കീൽ വന്നിരിക്കുന്ന കണ്ടില്ലേ? വക്കീൽ എന്തിനാ വന്നത്? ഞാൻ പറഞ്ഞാണല്ലോ വരണ്ടെന്ന്. പിന്നെ എന്ത് ചെയ്യാനാ പോകുന്നത്? നോട്ടീസ് വായിച്ചല്ലോ. വക്കീല് പറഞ്ഞ എന്താണെന്നറിയോ? ഈ വീടും പറമ്പൊന്നും നമുക്ക് അവകാശപ്പെട്ടതല്ലാന്ന്. അയാൾ എങ്ങനെ പ്രമാണം ചെയ്തെന്ന് ചേച്ചിക്ക് അറിയില്ലേ? എന്റെ ആനി, ഞാനതൊന്നും ചോദിച്ചിട്ടില്ല. അന്ന് ഒപ്പിട്ട് തരാൻ പറഞ്ഞിടത്തൊക്കെ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അന്ന് നമ്മൾ ഈ വീട്ടിൽ വന്ന് കയറിയപ്പോ നമ്മുടെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ കൊച്ചപ്പ? എന്തെങ്കിലും ഉണ്ടായിരുന്നോ അമ്മച്ചി? അതെല്ലാം വാങ്ങിച്ച ആ മനുഷ്യനാ. അതിന്റെ രേഖയും കണക്കൊന്നും എന്റെ മനസ്സിലേ ഇല്ല. എന്നാ അയാളുടെ മനസ്സിലുണ്ട്, രേഖയിലുണ്ട്. നോട്ടീസ് എടുത്ത് വായിക്ക്. അനി, നിങ്ങളായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഞാൻ പോയിട്ട് അനന്തനോട് സംസാരിച്ച് ശരിയാക്കിക്കൊള്ളാം. എനിക്ക് ചെല്ല്, ചവിട്ടി പുറത്താക്കിക്കോളും. ഒരു പ്രാവശ്യം പുറത്താക്കിയാണല്ലോ. നോക്കിക്കോ, എല്ലാരും കൂടെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അന്നേ ഞാൻ പറഞ്ഞതാ, ആ ഭർത്താവെന്ന് പറഞ്ഞ വായി നോക്കിയോട്. അനന്തം ചേച്ചിയായിട്ട് ഇവിടെ കയറി ഇറങ്ങി നടന്ന കാലത്ത് ഞങ്ങളുടെ പേരിൽ ഇത് രജിസ്റ്റർ ചെയ്ത് തരാൻ, കൊച്ചിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആര് കേൾക്കാൻ? ചേച്ചി കാരണേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാ ഞാനും എന്റെ കൊച്ചുകൂടെ ഈ വീട്ടിൽ കിടന്ന് കത്തിത്തീരും. ആനി ഈ പറയുന്നത്.